ഈ കുറ്റപത്രത്തിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ള ഹാഷ്മിയുടെ നിരീക്ഷണം കറക്റ്റാണ്. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആയിക്കോട്ടെ, CBI ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ എടുത്തിട്ടുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മൊത്തത്തിൽ എടുത്തിട്ടുള്ള കേസുകളൊക്കെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ നേതാക്കന്മാരെ വേട്ടയാടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൽ ഭയപ്പെട്ടുകൊണ്ട് അവരുടെ പാർട്ടിയിലേക്കോ മുന്നണിയിലേക്കോ ചേക്കേറുന്ന ആളുകളെ വൈറ്റ് വാഷ് ചെയ്യുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനിൽകുമാർ പറഞ്ഞതിനോട് എനിക്കൊരു തിരുത്തുള്ളത്, ഈ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട, റോബറി കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിലല്ല ഈ രാജ്യത്തെ EDയുടെ സ്വഭാവം വെളിവാക്കപ്പെട്ടിട്ടുള്ളത്. ഇതിനു മുമ്പ് എടുത്തിട്ടുള്ള മുഴുവൻ കേസിലും നമ്മൾ പരിശോധിച്ചാൽ അറിയാം, ED രാഷ്ട്രീയ പ്രേരിതമായിട്ട് നരേന്ദ്രമോദിയുടെ ഇച്ഛയ്ക്കനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ്. അതുകൊണ്ട് ഇതിനപ്പുറത്തേക്ക് നമ്മളൊന്നും കാണേണ്ടതില്ല. രണ്ടാമത്തത്, ഈ EDക്കും ഇലക്ഷൻ കമ്മീഷനും അതുപോലെ ഇൻകം ടാക്സിനും ഈ ലെറ്ററെല്ലാം, റിപ്പോർട്ടുകളെല്ലാം അയച്ചുകൊണ്ട് അവരെല്ലാം നടപടി സ്വീകരിക്കട്ടെ എന്നുള്ള ആ വല്ലാത്ത നിഷ്കളങ്കതയിൽ രമിച്ചിരിക്കുകയായിരുന്നു കേരള പോലീസും കേരള സർക്കാരും. അവിടെയാണ് കോൺഗ്രസിന്റെ വിമർശനം. ഇപ്പോൾ അനിൽകുമാർ തന്നെ പറഞ്ഞു അവസാനിപ്പിച്ച എന്താ, ED പോലെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നിഷ്പക്ഷമല്ല. അവരുടെ ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകളുണ്ട്. BJP നേതാക്കന്മാരെ വെള്ളപൂശുന്നതുകൊണ്ട്, പ്രതിപക്ഷ നേതാക്കന്മാരെ അവരുടെ പക്ഷത്തേക്ക് കൂറുമാറ്റാൻ വേണ്ടിയിട്ട് വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന റെഫ്രിജറേറ്ററാണ് വാഷിംഗ് മെഷീനാണ് എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ അറിയുന്ന അനിൽകുമാറിന്റെ പാർട്ടി ഭരിക്കുന്ന കേരളത്തിലെ സർക്കാരും പോലീസും എന്തിനാണ് EDക്ക് ഇലക്ഷൻ കേസുകൾ തീർക്കുന്നതിന് മുമ്പ് കുറച്ചാൾ ഫ്രീസറിൽ വെക്കണ്ടേ? അത് വെക്കാനുള്ള ഫ്രിഡ്ജുമാണത്. യെസ്, അങ്ങനെ നോക്കുമ്പോൾ അതും കറക്റ്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന EDയുടെ മുമ്പിലേക്ക് ഈ കേസെല്ലാം അയച്ചു കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങ് നിഷ്കളങ്കത ചമഞ്ഞിരുന്നു എന്ന് പറയുമ്പോഴാണ് എൻ്റെ തർക്കം വരുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇത് ഇലക്ഷനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് BJPയുടെ നേതാക്കന്മാർ കൊണ്ടുവന്ന കള്ളപ്പണമാണ്. അത് പല കാലഘട്ടങ്ങളിലായിട്ട് 10-24 ട്രാൻസാക്ഷനിലൂടെ വിതരണം ചെയ്തു എന്നൊക്കെയാണല്ലോ കേരള പോലീസിന്റെ കണ്ടെത്തൽ. ആ കണ്ടെത്തൽ എന്തായാലും അനിൽകുമാർ തള്ളി പറയാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം നമ്പർ 1, ഇലക്ഷൻ സമയത്ത് പണം ഉപയോഗിച്ചു, പണം വിതരണം ചെയ്ത് ഇലക്ഷനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് കേരള പോലീസിന് നിയമപരമായിട്ട് കേസെടുക്കാൻ പറ്റുന്ന വകുപ്പാണ്. അങ്ങനെ ഒരു വകുപ്പ് എടുത്തിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് കൊടകരയിൽ ഒരു റോബറി കേസ് മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 പ്രകാരം സെക്ഷൻ 121 പ്രകാരം കേസെടുക്കാം. അങ്ങനെ ഒരു സെക്ഷൻ ചാർജ് ചെയ്തിട്ടില്ല. അടുത്ത IPC 171B മുതൽ H വരെ ഉള്ള സെക്ഷൻ പ്രകാരം കേസെടുക്കാം. അങ്ങനെ ഒരു സെക്ഷൻസ് ഒന്നും അവിടെ അപ്ലൈ ചെയ്തിട്ടില്ല. 406 പ്രകാരം കേസെടുക്കാം. അങ്ങനെ ചെയ്തിട്ടില്ല. ഇനി ഇങ്ങനെ പണം ഉപയോഗിച്ചുകൊണ്ട് ഇലക്ഷനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഗൂഢാലോചനയ്ക്ക് വേണ്ടിയിട്ട് 120B അപ്ലൈ ചെയ്തുകൊണ്ട് കേസെടുക്കാം. ഇതൊന്നും എടുക്കാതെ ഞങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും അല്ലെങ്കിൽ CBIക്കും അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനും ഒക്കെ കത്തയച്ചുകൊണ്ട് കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പാകത്തിലുള്ളതല്ല. അവിടെ നമ്മുടെ മുമ്പിൽ വരുന്ന 3-4 ചോദ്യങ്ങളുണ്ട്. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള ഗവർണർ R ലേക്കറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയ ആ രഹസ്യം അതെന്താണെന്ന് ഇതുവരെ പുറത്തറിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടിക്ക് പകരമായി കൊടുത്ത സേവനം എന്താണെന്ന് പുറത്തറിയാത്തതുപോലെ, RSS നേതാക്കന്മാരെ കണ്ട ADGP സംസാരിച്ച ആ രഹസ്യങ്ങൾ എന്താണെന്ന് പുറത്തറിയാത്തതുപോലെ, ഇത്തരം കുറെ രഹസ്യങ്ങളുടെ കലവറയ്ക്ക് മേൽ കാവലിരിക്കുന്ന കാരണഭൂതൻ കേരളം ഭരിക്കുന്ന കാലത്ത് ഈ കേരള പോലീസ് വല്ലാത്ത നിഷ്കളങ്കത അഭിനയിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള സെക്ഷൻസ് അനുസരിച്ച് കേസ് എടുക്കാതെ കൊടകരയുമായി ബന്ധപ്പെട്ട, കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട, ഇലക്ഷൻ പണവുമായി ബന്ധപ്പെട്ട സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന നിലപാട് അതിന് നിങ്ങൾ മറുപടി പറയണം. അല്ല, പോലീസ് അന്വേഷിച്ചു വളരെ വിശദമായി തന്നെ കുറ്റപത്രം സമർപ്പിച്ചു. ഈ പറയുന്ന സമയത്തിനകത്ത് തന്നെ കുറ്റപത്രം സമർപ്പിച്ചു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ കേരള പോലീസിന്റെ പറയൂരല്ലാത്ത കാര്യങ്ങൾ കൂടി പറഞ്ഞു. അത് മാത്രമല്ല ജിൻഡോ, താങ്കൾ ആ റിപ്പോർട്ട് കണ്ടത്, EDക്ക് അയച്ച റിപ്പോർട്ട് കണ്ടതല്ലേ? എവിടെ നിന്ന് എത്ര രൂപ ഏത് വഴിക്ക് എങ്ങോട്ട് ഏത് വണ്ടിയിൽ പോയി നമ്പർ അടക്കം നമ്പർ അടക്കം കൊടുത്തിട്ടില്ല. ഇപ്പൊ ED അന്വേഷിക്കാത്ത കേരള പോലീസ്. എനിക്കൊരു 30 സെക്കൻഡ് പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. കേരള പോലീസിന്റെ റിപ്പോർട്ടിനോട് ഞാൻ യോജിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ള സെക്ഷൻസ് അനുസരിച്ചിട്ട് എന്തുകൊണ്ടാണ് ചാർജ് ചെയ്യാതിരുന്നത്? അത് ചാർജ് ചെയ്യണമല്ലോ. ഓക്കെ, ഈ പോലീസ് EDക്ക് അയച്ച റിപ്പോർട്ട് താങ്കൾ കണ്ടതല്ലേ? അതിലെന്താണ് സംശയം? ഇപ്പം ഞാൻ ധർമ്മരാജൻ്റെ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അത് 143 എടുത്തില്ല, പോട്ടെ. എങ്കിലും ധർമ്മരാജൻ ക്രൈംബ്രാഞ്ചിനെടുത്ത് മൊഴിയിൽ തത്ത പറയും പോലെ എവിടുന്ന് എങ്ങോട്ട് എന്തിനും ഒന്നും പറയുന്നുണ്ട്. അത് EDക്ക് മുന്നിലുണ്ട്. പോലീസ് കൊടുത്ത റിപ്പോർട്ടിൽ ഒരു പണം ഏത് വണ്ടിയിൽ, വണ്ടിയുടെ നമ്പർ അടക്കം, ഏത് സമയത്ത്, ആരുടെ അടുത്തേക്ക് പോയി, ഏത് ജില്ലയിലേക്ക് പോയി എന്ന് വളരെ എവിഡൻ്റ് ആയിട്ട് റിപ്പോർട്ടില്ലേ? അത് ജസ്റ്റ് നോക്കിയാൽ മാത്രം പോലെ EDക്ക്. അതുപോലും നോക്കാത്ത ED താങ്കൾ പറയും മട്ടിൽ ഇലക്ഷൻ കമ്മീഷൻ ആരെങ്കിലും പരാതി കൊടുത്താൽ അന്വേഷിക്കുമെന്ന് താങ്കൾ ആത്മാർത്ഥമായി വിചാരിക്കുന്നുണ്ടോ ജിൻഡോ?
ഹാഷ്മി, എൻ്റെ ചോദ്യം അത് തന്നെയാണ്. 10-24 ട്രാൻസാക്ഷനിലായിട്ട്, അതായത് 1-3-21 തൊട്ട് 5-4-21 വരെയുള്ള കാലഘട്ടത്തിൽ 24 ട്രാൻസാക്ഷൻസിലായിട്ട് കേരളത്തിൻ്റെ തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ വരെയുള്ള മുഴുവൻ ജില്ലകളിലും BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർക്ക് കോടിക്കണക്കിന് രൂപ എത്തിച്ചു കൊടുത്തുവെന്ന് കേരള പോലീസിൻ്റെ കണ്ടെത്തൽ. ആ റിപ്പോർട്ടാണ് ACP ആയിട്ടുള്ള രാജു അദ്ദേഹം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അയച്ചിരിക്കുന്നത്. ശരിയാണല്ലോ. സ്വാഭാവികമായിട്ട് ED അക്കാര്യത്തിൽ നടപടിയെടുത്തില്ല. അവർ സത്യസന്ധമായിട്ടുള്ള നടപടിയല്ല എടുക്കുന്നത്. അവർ ഈ ചരിത്രം പരിശോധിച്ചാൽ നരേന്ദ്രമോദി വന്നതിന് ശേഷം EDയുടെ നടപടികളൊക്കെ BJPക്ക് അനുകൂലമായിട്ടുള്ളതാണ്. അത് എനിക്കും ഹാഷ്മിക്കും അനിൽകുമാറിനും ഈ ചർച്ച കാണുന്ന ആർക്കും സംശയം ഉണ്ടാവില്ല, BJPക്കാർക്ക് പോലും സംശയം ഉണ്ടാവില്ല. എൻ്റെ ചോദ്യം, EDയിൽ നിന്ന് നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം പ്രതീക്ഷിച്ചുകൊണ്ട് കേരള പോലീസിന് എടുക്കാമായിരുന്ന വകുപ്പുകൾ പ്രകാരം കേസ് എടുക്കാതിരുന്നത് കേരള പോലീസിന്റെ ഉത്തരവാദിത്ത ലംഘനമല്ലേ? പിണറായി വിജയന്റെ ഒത്താശയല്ലേ? ഞാൻ ചോദിച്ച സെഷൻസ് ഒക്കെ അത് അനിൽകുമാർ ഒരു വക്കീലാണല്ലോ, ഞാനൊരു വക്കീലൊന്നുമല്ല. ആത്യന്തികമായി PMLA കേസാണ്. ആത്യന്തികമായി ഏതോ സ്ഥലത്തു നിന്ന് കേസ് അന്വേഷിക്കാൻ കേരള പോലീസ് അധികാരമില്ലേ? കേരള പോലീസ് അതിന്റെ പരിമിതി പറഞ്ഞുകൊണ്ടാണല്ലോ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഹാഷ്മി, ഈ കേസ് PMLA കേസാകുന്നത് എപ്പോഴാ? അത് അനധികൃതമായിട്ടുള്ള കുഴൽപ്പണം അതൊക്കെയാണല്ലോ നിങ്ങൾ പറയുന്നത്. ഞാൻ ചോദിച്ചത് എന്തിനു കൊണ്ടുവന്ന കേരള പോലീസിന്റെ കണ്ടെത്തൽ? ഇലക്ഷൻ മാൽ പ്രാക്ടീസസിന് വേണ്ടിയിട്ടല്ലേ? ഒരു സംസ്ഥാനത്തെ ഇലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പണം ഉപയോഗിച്ചാൽ അതിനെതിരെ കേരള പോലീസിന് എടുക്കാവുന്ന വകുപ്പുകളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അനിൽകുമാർ ഒരു വക്കീലല്ലേ? ആ വകുപ്പുകൾ പ്രകാരം എന്തുകൊണ്ട് കേരള പോലീസ് കേസ് എടുത്തില്ല? മറുപടി പറയണ്ടേ? എനിക്ക് വേണം സമയം. ഹാഷ്മി അനിൽകുമാർ കൊടുത്തില്ലേ? എനിക്ക് സമയം വേണം. അനിൽകുമാർ പറഞ്ഞ അല്ലല്ല, കള്ളമല്ല. അനിൽകുമാർ പറഞ്ഞ BJP ഇലക്ഷനിൽ ജയിക്കാത്തത് കൊണ്ട് കേസെടുത്തില്ല. കാസർഗോഡ് ഞാൻ പറയട്ടെ ഹാഷ്മി, എന്നെ ഒന്ന് അനുവദിക്ക്. എനിക്ക് അല്ല, ഞാൻ പറയട്ടെ. കാസർഗോഡ് സുന്ദരയ്ക്ക് പണം കൊടുത്ത കേസിൽ എങ്ങനെയാണ് കേരള പോലീസ് കേസെടുത്തത്? അത് കേരള പോലീസ് കേസെടുത്തത് എങ്ങനെയാ? ഈ പറഞ്ഞ സുരേന്ദ്രൻ ഇലക്ഷന് ജയിച്ചിട്ടാണോ? അല്ല, കോടതി നിർദ്ദേശിച്ചു കേരള പോലീസിന് ഇലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പണം ഉപയോഗിച്ച് മാൽ പ്രാക്ടീസ് നടത്തിയാൽ കേസെടുക്കാനുള്ള വകുപ്പുകളുണ്ട്. അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതിന് RSSന്റെ പിന്തുണയോടുകൂടിയ